തണുത്ത കട്ടൻ ചായ, ഇവിടുത്തെ ഞാലിപ്പൂവല്ല പഴവും. ഒരുത്തം വീട് വിട്ടിറങ്ങുക അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് തോന്നുന്നോ? മടുപ്പ്. ചില സത്യങ്ങൾ മടുത്തോന്നുകൂടി അറിയേണ്ടിയിരിക്കുന്നു. കാര്യത്തിൽ ശരിയാ, പ്രത്യേകിച്ച് ചില സത്യങ്ങൾ മടുത്തോന്നതിൽ. പറയോ കൂടുതൽ? എനിക്ക് കഥകളേക്കാൻ വലിയ ഇഷ്ടാ. ഇത് കഥയല്ല, സത്യങ്ങൾ വെറുക്കുന്ന പോലെ മടുക്കുകയും ചെയ്യും. ഈടെ വണ്ടി ഇറങ്ങാൻ ഒരു കാരണമുണ്ട്. എൻ്റെ അമ്മയുടെ നാടായത്, മാമ്പഴക്കരി. അതൊരു ഓണംകേറാമൂലയും വെള്ളക്കുഴിയാന്ന് അമ്മ പറഞ്ഞത് ഓർമ്മയുണ്ട്. അമ്മയും കൂട്ടരും സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു, വിപ്ലവകാരികൾ, സത്യസന്ധരായ വിപ്ലവകാരികൾ. എൻ്റെ അച്ഛൻ നമ്പൂരി പണ്ട് ഈ നാട്ടിൽ ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ട്, വിപ്ലവത്തിൻ്റെ പേരിൽ. ആ ചോരത്തിളപ്പിൽ ജാതിയും തൊലീൻ്റെ നിറവും ഒക്കെ ഇല്ലാണ്ടാവുമല്ലോ. അങ്ങനെ കരിപ്പട്ടി പോലെ കറുത്ത എൻ്റെ അമ്മയും കൊണ്ട് അന്ന് എൻ്റെ അച്ഛൻ ഒളിച്ചോടി. എൻ്റെ അച്ഛൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒളിച്ചോട്ടം. പിന്നീട് അങ്ങോട്ട് ഒളിച്ചോട്ടങ്ങളുടെ കാലമായിരുന്നു. ഈ മഠത്തിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഒളിച്ചോടിയെന്നൊന്നും അമ്മ പറയത്തില്ല. എൻ്റെ നമ്പൂരി എന്നെ ഇട്ടേച്ചും പോയിന്നാ അമ്മയുടെ പറച്ചിൽ എപ്പോഴും. എന്തോ എനിക്കിടെയെല്ലാം പരിചിതം പോലെ. കുട്ടിയുടെ ഈ കൗതുകവും കുട്ടിയുടെ അമ്മയുടെ തുടുത്ത കവിളും ചിരിയും എല്ലാം. ഈ കുട്ടി എന്നുള്ള വിളി വേണ്ടാട്ടോ. ജയശ്രൂട്ടിന്ന് അങ്ങ് വിളിച്ച എനിക്കിവിടെ ധൈര്യത്തോടെ ഇരിക്കാലോ. പുരുഷന്മാരെന്നെ ജയശ്രൂട്ടിന്ന് വിളിക്കുന്നതാ എനിക്കിഷ്ടം.